നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് തിരുവാങ്കുളം മാമലയിലേക്കാണ്. മാമല ശാസ്താമുകൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മളുടെ ഈ യാത്ര. മാമല പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ആ പ്രദേശത്ത് വെച്ചിട്ട് ഏറ്റവും വലിയ മല മാമല എന്ന് തന്നെയാണ്. മാമല ശാസ്താമുകൾ എന്ന സ്ഥലത്താണ്. ശാസ്താമുകൾ എന്ന പേര് പറയാനുള്ള കാരണം ആ സ്ഥലത്ത് തന്നെ ഒരു ചെറിയൊരു ശാസ്താവിൻ്റെ ക്ഷേത്രമുണ്ട്. അതുകൊണ്ടിട്ടാണ് ശാസ്താമുകൾ എന്ന പേര് വന്നത്. ശാസ്താമുകളിൽ ഒരു തടാകം രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. നമ്മൾ ആ തടാകം കാണുവാനാണ് ഈ യാത്ര ചെയ്യുന്നത്. തിരുവാങ്കുളം ജംഗ്ഷനിൽ നിന്നും ഒരു 5 മിനിറ്റ് യാത്ര ചെയ്താൽ മാമലയിലേക്ക് എത്താം. തൃപ്പൂണിത്തുറ മൂവാറ്റുപുഴ റൂട്ടിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്കറിയേണ്ടത് എങ്ങനെയാണ് ഇവിടെ ഈ തടാകം രൂപപ്പെട്ടത് എന്നാണ്. ഇത് ഒരു കരിങ്കൽ കോറിയായിരുന്നു. പാറമട എന്നും അറിയപ്പെടും. ഇന്ന് ഇത് വളരെ വലിയ ഒരു പ്രദേശം നിറയെ ജലം കെട്ടിക്കിടക്കുന്ന ഒരു തടാകമായി മാറിയിരിക്കുന്നു. നമ്മൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റോഡിന് ഇരുവശവും കരിങ്കൽ കോറിയാണ്. വളരെ ആഴത്തിലുള്ള ഒരു കരിങ്കൽ കോറിയാണ് ഇത്. കരിങ്കൽ കോറിക്ക് നടുവിലൂടെയാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത്. വളരെ അപകടം പിടിച്ച ഒരു പ്രദേശമാണ് ഇത്. ഇന്ന് ഇത് ഒരു ടൂറിസ്റ്റ് പ്ലേസാക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടെ നിന്നുമാണ് കരിങ്കൽ കോറിയുടെ തുടക്കം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കരിങ്കൽ കോറിയുടെ ഏറ്റവും മുകളിലെ ഭാഗത്താണ്. എൻ്റെ ചെറുപ്രായത്തിൽ എൻ്റെ അമ്മാവൻ ജോലിക്ക് പോയിരുന്ന ഒരു സ്ഥലമാണ് ശാസ്താമുകളിലെ ഈ കരിങ്കൽ കോറി. അമ്മാവൻ ഇന്ന് ഇല്ല. പാറ പൊട്ടിച്ച് അഗാധഗർത്തമായിരുന്ന ഈ സ്ഥലത്ത് മഴ പെയ്ത് ഇത്രയധികം വെള്ളം കെട്ടിക്കിടക്കുന്ന ഇതിനെയാണ് തടാകമെന്ന് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഒരു സഞ്ചാരികൾക്ക് അനുയോജ്യമായ ഒരു സ്ഥലമല്ല. വളരെ അപകടം പതിയിരിക്കുന്ന ഒരു കയമാണ് ഇത്. നമുക്ക് ഇവിടെ നിന്നാൽ ദൂരെ അങ്ങ് കാണാൻ കഴിയുന്നത് റിഫൈനറിയുടെ ഭാഗമാണ്.